റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. വഹുവ മഅക്കും ഐനമാ കുൻതും. എന്തൊരാശ്വാസമാണ്! വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. എത്ര ആശ്വാസമാണ്! പിന്നെ നമുക്ക് ആരെ പേടിക്കണം? എന്തിനെ പേടിക്കണം? ഏത് കാലഘട്ടത്തെ പേടിക്കണം? എത്രയായാലും അവന് അടുക്കലേക്ക് എനിക്കെത്താൻ സാധിക്കണം. അതിന് ഞാൻ അവന് തൃപ്തിപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചതുപോലെ ആർക്കൊക്കെയോ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ആ അനുഗ്രഹങ്ങൾ എൻ്റെ നാഥൻ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഓർത്തുകൊണ്ട് അവ ജീവിതത്തിൽ സമർപ്പണ മനസ്സോടെ കാണിച്ചുകൊണ്ട് പരീക്ഷണാർത്ഥം റബ്ബിന്റെ ഖലീഫമാരായിക്കൊണ്ട് നിയോഗിച്ചയച്ച ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അതിലേറെ വലിയ പ്രതീക്ഷയോടെ ശാശ്വതമായ ഒരു ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ജന്നാത്തുൽ ഫിർദൗസിലെ 100 പടികളുള്ളതിൽ ആ 3 പടികൾക്ക് പ്രത്യേകമായ വിശേഷണങ്ങൾ നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകരിലൂടെ നമുക്കത് പഠിപ്പിച്ചു തന്നപ്പോഴേ സ്വർണത്താലും വെള്ളിയാലും മുത്തുകളാലും പവിഴങ്ങളാലും സുഗന്ധത്തിന്റെ കസ്തൂരിയുടെ സുഗന്ധം നൽകിക്കൊണ്ട് വിശേഷിപ്പിച്ച ആ സ്വർഗീയ പടവുകളിൽ ബാക്കി 73 എണ്ണത്തിനും പറയാനാവാത്ത, ഒരു കണ്ണിനും ഇതുവരെ കാണാൻ കഴിയാത്ത, ഒരു ചെവിക്കും ഒരു കേൾവിയുള്ളവനും ഇതുവരെ കേൾക്കാൻ കഴിയാത്ത വലിയ വലിയ പടവുകളെ പറഞ്ഞതിന് ശേഷം റബ്ബ് പറഞ്ഞു, ഇതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്നുണ്ട്. അത് മഅയ്യത്തുള്ള, അള്ളാഹുവിൻ്റെ സാമീപ്യമാണ്, അള്ളാഹുവിൻ്റെ അടുപ്പമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നാഥൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാഥന്റെ തൃപ്തിക്കനുസരിച്ച് നാം പൂർത്തീകരിക്കുന്നതിലൂടെ അവസാനം പറഞ്ഞ ആ മഅയ്യത്തുള്ള, അതാണ് ലഭിക്കണം എന്നെൻ്റെ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കേണ്ടത്. അതിന് മറ്റേതൊരു വ്യക്തിക്കും നൽകിയതിനേക്കാൾ അപ്പുറം എൻ്റെ റബ്ബ് എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ആ ഒരു മനസ്സാണ് നമ്മുടെ സമയത്തെ, നമ്മുടെ കഴിവുകളെ, നമുക്ക് നാഥൻ നൽകിയിരിക്കുന്ന ഈ ആയുസ്സിനെ റബ്ബിന് തൃപ്തിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് നാഥാ നീ ഉദവി നൽകണമേ. എന്നെ ഞാനാക്കുന്നതിനു വേണ്ടി യാതൊന്നും അറിയാത്തവരായി വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, യാതൊന്നുമേ അറിയാത്തവരായി നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന അള്ളാഹു, ആ ഉമ്മയെ നാം ഓർത്തു, ആ അള്ളാഹുവിനെ നാം കണ്ടു. എന്നിട്ട് എല്ലാം അറിയുന്നവനാക്കി മാറ്റുന്നതിന് വേണ്ടി കാഴ്ചയുള്ള കണ്ണും കേൾവിയുള്ള കാതും ചിന്തിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും സാധ്യമാവുന്ന അഫ്ഇദത്തും സുബ്ഹാനല്ലാഹ് റബ്ബ് നമുക്ക് നൽകി. നമ്മുടെ ചുറ്റിലുമുള്ള, നമ്മുടെ സ്കൂൾ തലങ്ങളിൽ നമ്മളോടൊപ്പം പഠിച്ചവരായ നമ്മുടെ പ്രിയപ്പെട്ടവരെക്കാൾ പടച്ച തമ്പുരാൻ നമുക്ക് ഈ പറഞ്ഞ എല്ലാത്തിനെയും കാണേണ്ട രൂപത്തിൽ കാണാനും കേൾക്കേണ്ട രൂപത്തിൽ കേൾക്കാനും പഠിക്കേണ്ട ചിന്തിക്കേണ്ട രൂപത്തിൽ നമ്മുടെ അഫ്ഇദത്തിനെ ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞു. അതിൽ കൂടുതൽ നന്ദിയുള്ളവരാരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി നമുക്ക് ജീവിതത്തോടൊപ്പം പടച്ച തമ്പുരാൻ മരണം തന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുന്നത്? അത് പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മരണം തന്നത്, നിങ്ങൾക്ക് ജീവിതം തന്നത്. ആദ്യം മരണം പറയുന്ന പടച്ച തമ്പുരാൻ ആ മരണത്തെക്കുറിച്ച് ബോധ്യമുള്ള, ആ മരണത്തെക്കുറിച്ച് ചിന്തയുള്ള, ആ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന, അതിപ്പോഴാവാം, ഇന്നാവാം, നാളെയാവാം, പക്ഷെ എനിക്ക് ശാശ്വതമായ ആ ഒരു ലോകത്തേക്ക് സമ്പാദിക്കാനുള്ളത് ഈ കുറഞ്ഞ കാലയളവിലെ പരീക്ഷണഘട്ടം മാത്രം. റബ്ബിന്റെ ഖലീഫയായിട്ടാണ് റബ്ബ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ആ ഖലീഫയായിക്കൊണ്ട് റബ്ബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മനുഷ്യ കുലത്തിനു വേണ്ടി എൻ്റെ പ്രൊഫഷണൽ ഫീൽഡിൽ
എനിക്ക് എൻ്റെ ജീവിതഘട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അത് തിരിച്ചു പോകുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കുക. നാം ഓർക്കുക, എൻ്റെ ആയുസ് ഇത്രയും കഴിഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? എൻ്റെ റബ്ബിന് തൃപ്തിയുള്ള കർമ്മങ്ങളിൽ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാൻ ഈ മകളായ എനിക്ക് നീ ഉദവി നൽകണമേ പടച്ചവനെ എന്ന് പ്രാർത്ഥിക്കാൻ പടച്ച തമ്പുരാൻ നമ്മളോട് പഠിപ്പിക്കുമ്പോൾ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ പടച്ച റബ്ബേ നീ എനിക്ക് ഉദവി നൽകണമേ. വാലാ വാലിദയ്യ, മാഷാ അല്ലാഹ്, ഒന്ന് ആലോചിക്കൂ, സുബ്ഹാനല്ലാഹ്. എൻ്റെ മാതാപിതാക്കൾക്ക് നീ കൊടുത്ത അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കാൻ മകനായ എനിക്ക് ഉദവി നൽകണമേ പടച്ചവനെ. നിനക്ക് തൃപ്തിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ എന്ത് രസാണ്. അപ്പൊ അതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക്. നിനക്ക് തൃപ്തിയുള്ള കർമ്മങ്ങൾ, ഞാൻ ഏത് ഫീൽഡിലാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിലും പടച്ച റബ്ബേ നിനക്ക് തൃപ്തിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നീ എനിക്ക് ഉദവി നൽകണമേ പടച്ചവനെ. എൻ്റെ മക്കളെ നീ നന്നാക്കി തരണമേ പടച്ചവനെ. വഅസ്ലിഹ്നി ഫീ ദുരിയത്തി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു. നിനക്ക് ഇഷ്ടമില്ലാത്തത്, നിനക്ക് തൃപ്തിയില്ലാത്തത്, നിന്റെ മയ്യത്തിന് എനിക്ക് തടസ്സം നിൽക്കുന്നത്, നിന്റെ തൃപ്തിക്ക് അള്ളാഹുവിന്റെ തൃപ്തിക്ക് എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തെങ്കിലും എന്നിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാഥാ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ, എനിക്ക് എൻ്റെ തൗബ നീ സ്വീകരിക്കണമേ. ഈ മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഒരു സുന്ദരമായ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഥൻ നമ്മെ വിളിക്കുക, ശാന്തമായ ആത്മാവേ. എത്ര രസമാണ് ആ സുന്ദരമായൊരു ജീവിതം. മറ്റാർക്കാണ് ലഭിക്കുക പ്രിയമുള്ളവരെ? വിശ്വാസികൾക്കല്ലാതെ. വഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർളി വറഫഅ ബഅലകും ഫൗഖ ബഅലിൻ ദറജാത്തിൻ ലിയബ്ലുവകും ഫീമാ ആതാകും. നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ വെച്ച് നമ്മെ പരീക്ഷിക്കാനാണ് നമ്മെ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധികളാക്കിയതും ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഉയർന്ന പദവി നൽകിയതും. ആ ചിലർക്ക് മറ്റു ചിലരിലേക്കാൾ ഉയർന്ന പദവി എന്ന് പറയുമ്പോഴേ ആ ഉയർന്ന പദവിയിലെത്താൻ എനിക്ക് കഴിയണം. ആ ഉയർന്ന പദവി ഏതാണോ അതിലേക്ക് എൻ്റെ ശ്രമങ്ങളെ, എൻ്റെ സമയത്തെ എനിക്ക് നീക്കിവെക്കാൻ എനിക്ക് സാധ്യമാവണം. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ പരീക്ഷണാർത്ഥം ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഏത് മേഖലയിൽ ജീവിക്കുന്നവരാണെങ്കിലും, ഏത് കുടുംബത്തിൽ വളരുന്നവരാണെങ്കിലും നാഥന്റെ അടുക്കിലേക്ക് ആ ശാന്തമായ ആത്മാവെ തൃപ്തിയോടെ പോന്നോളൂ, ഞാനും നിന്നെക്കുറിച്ച് തൃപ്തനാണ് എന്ന് വിളിക്കുന്ന ആ അവസാനത്തെ വിളി പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഓർക്കുക, റബ്ബ് എത്രമാത്രം നീതിമാനാണ്. റബ്ബിനെ ശിക്ഷിക്കുന്നവനായല്ല നാം കാണേണ്ടത്, റബ്ബിന്റെ കാരുണ്യത്തെ. ഈ റജബ് മാസത്തിൽ റമദാനിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ മാസത്തിലും റജബിലും ഷഅബാനിലും ഒക്കെ ഏറെ കാരുണ്യം വാരിക്കോരിത്തരുന്ന റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കെ ആ ഒരു റമദാനിലേക്ക് എത്തിക്കാൻ നാഥനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ റമദാനിലേക്ക് എത്തിയാൽ നാം എത്ര ഭാഗ്യവതികളാണ്. നാം ഓർക്കുക, ആർക്കാണ് ഈ സൗഭാഗ്യം നാഥൻ തന്നിരിക്കുന്നത്? ഈ വിശ്വാസമല്ലേ നമ്മുടെ എല്ലാം. ഈ വിശ്വാസം നമ്മിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുന്നവരുടെ പിറകെ നമുക്ക് പോവേണ്ടി വന്നാൽ എത്രമാത്രം നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. പടച്ച റബ്ബ് മൻജാ അബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, ഒരാൾ ഒരു നന്മയുമായി വരുന്നുണ്ടെങ്കിൽ അവൻ അതിൻ്റെ 10 ഇരട്ടി നാം നൽകും. ഇതാണ് പടച്ചവന്. ഒരു നന്മയുമായി വന്നാൽ അതിൻ്റെ 10 ഇരട്ടി നാം അവന് നൽകും. ഇനി ഒരു തിന്മയുമായിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ വമൻ ജാഅ ബിസ്സയ്യിഅത്തി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ വഹും ലാ യുദ്ലമൂൻ. എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. എന്തൊക്കെ തന്നു നമ്മുടെ റബ്ബ് നമുക്ക്. ആ റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നിമിഷങ്ങളെ നാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ പടവുകളും കുടുംബ ജീവിതത്തിൽ സ്വസ്ഥമായൊരു ജീവിതം റബ്ബ് നമുക്ക് സമ്മാനിക്കുന്നില്ലേ? റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന, പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കുടുംബ ജീവിതം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ
ചിന്തിച്ചാൽ ഏറെ സമാധാനവും സന്തോഷം നിറഞ്ഞ ഒരൊറ്റ വ്യക്തിക്കും ഒരു പ്രയാസവും ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയാവാൻ നമുക്ക് സാധിക്കുന്നില്ലേ? വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വ്യക്തി ആര് എന്നത് നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അള്ളാഹു എത്ര വലിയവൻ, എത്ര മഹാൻ, എത്ര കാരുണ്യവാൻ. ആ അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുക, ആ അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക. ഫഫിറു ഇലല്ലാഹ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് ഓടിയെടുത്തുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തിയോടെ നമുക്ക് നീങ്ങാം. റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. വഹുവ മഅക്കും ഐനമാ കുൻതും. എന്തൊരാശ്വാസമാണ്! വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായാലും അവൻ നിങ്ങളോടൊപ്പമുണ്ട്. എത്ര ആശ്വാസമാണ്! പിന്നെ നമുക്ക് ആരെ പേടിക്കണം? എന്തിനെ പേടിക്കണം? ഏത് കാലഘട്ടത്തെ പേടിക്കണം? എത്രയായാലും അവൻ്റെ അടുക്കലേക്ക് എനിക്കെത്താൻ സാധിക്കണം. അതിന് ഞാൻ അവന് തൃപ്തിപ്പെട്ട ഒരടിമയായി മാറണം. നാഥൻ നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, രാവിലെ മുതൽ നാം ഇവിടെ നിന്ന് കേട്ടതും ഈ കൂടിയിരിക്കലിൽ നിന്ന് നമുക്ക് ലഭ്യമായതും പലരുടെയും അനുഭവങ്ങൾ നമുക്ക് തന്നതും നിങ്ങളെ പ്രൊഫഷണലി, അതുപോലെ തന്നെ മെൻ്റലി, അതുപോലെ സ്പിരിച്വലി നിങ്ങളെ പവർഫുൾ ആക്കുകയായിരുന്നു. ആ ഒരു മനസ്സ്, ആ ഒരു ശക്തി നമ്മുടെ ദീനിൻ്റെ ആത്മീയമായ ഈ ഒരു കാഴ്ചപ്പാടിനെ വളർത്തിയെടുക്കാനും പഠനവും വിശുദ്ധ ഖുർആനിലേക്കുള്ള ഇറക്കവും നാഥനെ അടുപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും ഒരിക്കലും വിട്ടുപോവാതെ, പ്രാർത്ഥനയാണ്, ദുആയാണ് നമ്മുടെ എവിടെയുമുള്ള നമ്മുടെ ആയുധം. ആ പ്രാർത്ഥന എവിടെ വെച്ച് ചോദിച്ചാലും നമ്മുടെ റബ്ബ് അത് കേൾക്കും. ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എത്ര സുന്ദരമാണ് പടച്ച തമ്പുരാന്റെ പറച്ചിൽ. ഞാൻ നിങ്ങളോടടുത്തുണ്ട്. ആരാണോ എന്നോട് ചോദിക്കുന്നത് അവരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, അവർ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്ന് പറഞ്ഞ പടച്ചവൻ്റെ ആ ഒരു വലിയ സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ, ആ സാന്ത്വന വാക്കുകളിലൂടെ, പ്രാർത്ഥനാമുഖരിതമായ ദിക്ർ ദുആകളുടെ നിലനിർത്തലിലൂടെ പടച്ച റബ്ബ് നമുക്ക് തരുന്നൊരാശ്വാസമുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര രസമാണ്! പ്രഭാതത്തിൻ്റെ നമ്മുടെ ആ ഉണർച്ചയിൽ നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റുകളുടെ ശക്തി എത്രത്തോളമാണ്! എല്ലാ സൃഷ്ടിപ്പിൻ്റെയും വൈവിധ്യങ്ങളെ കൊണ്ടുപോകുന്ന റബ്ബ് എത്ര വലിയവൻ എന്ന ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് ആയാത്തുകളുടെ പാരായണത്തിലൂടെ നമ്മുടെ പ്രഭാതത്തിന് തുടക്കം കുറിക്കുന്നത് എത്ര സുന്ദരമാണ്! അള്ളാഹു ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, ഏത് കാലയളവിലും ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ, നാളെ ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരൊറ്റ കുട്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോവാതെ, എൻ്റെ ഒരൊറ്റ കൂട്ടുകാരിയും ആ സ്വർഗത്തിൽ എന്നോടൊപ്പം ചേരുന്നതിൽ നിന്ന് വിട്ടുപോവാതെ പണിയെടുക്കേണ്ടത് ഞാനാണ്. എൻ്റെ മക്കളെ, എൻ്റെ ഇണയെ, എൻ്റെ കുടുംബാംഗങ്ങളെ, എൻ്റെ അയൽവാസികളെ, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സഹപ്രവർത്തകരെ ആ ശാശ്വതമായ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കേണ്ടത് എൻ്റെ ദൗത്യമാണ്. അവിടെയാണ് ഇസ്ലാഹും ദൗവത്തും നിർവഹിക്കാൻ നമുക്ക് സാധ്യമാവുക. നമ്മുടെ തെർബിയത്തിന്, നമ്മുടെ തസ്കിയത്തിന്, വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന്, തിരുസുന്നത്തിൻ്റെ പഠനത്തിന് നമുക്ക് അവസരം കണ്ടെത്താൻ സാധിക്കുക. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എല്ലാത്തിനും സമയം കണ്ടെത്താൻ നമുക്ക് കഴിയും. അതിൻ്റെ മാതൃകകൾ ധാരാളം ഇവിടെ വന്നു കഴിഞ്ഞു. റബ്ബ് ആ അർത്ഥത്തിൽ ഈ ജീവിതം ഒന്നേയുള്ളൂ, ഇത് അവസാനിച്ചാൽ ഇത് അവസാനിച്ചു, അതിൻ്റെ ടൈം തീർന്നു പോയാൽ എനിക്ക് തിരിച്ചു കിട്ടുകയില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. അത് ഇന്ന് തന്നെയാണ് എന്ന ഓർമ്മയോടെ, മഗ്ഫിറത്തോടെ നമുക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഇസ്തിഗ്ഫാറോടെ പടച്ച തമ്പുരാനെ എപ്പോഴും നമ്മിലേക്ക് നമുക്ക് അടുപ്പിച്ച് നിർത്താം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകളെ എപ്പോഴും നമ്മിലേക്ക് ചേർത്ത് നിർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായി നമ്മെ നമുക്ക് തന്നെ മാറ്റിയെടുക്കാം. റബ്ബ് നമ്മെ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.